ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് A+ലേക്ക് ചുവടുവെച്ച് മുന്നേറാം. അഫോർഡബിൾ ഫീസ്, ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്, പെർഫെക്റ്റ് ഡിസിപ്ലിൻ. ബുക്ക് യുവർ സീറ്റ് നൗ. ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, ഹൈസ്കൂൾ റോഡ്, കരുളായി. മഴക്കാലമായാൽ കിണറുകൾ മലിനമായി ശുദ്ധജലം ലഭ്യമാവാതെ ഒരു പ്രദേശം. വണ്ടൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് ഉൾപ്പെട്ട പാലക്കാട്ടുകുന്ന് നിവാസികളാണ് മഴക്കാലത്ത് ശുദ്ധജലമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. സമീപത്തെ തോട്ടിൽ വെള്ളം ഉയരുന്നതോടെ കിണറുകളിലേക്കും സെപ്റ്റിക് ടാങ്കുകളിലേക്കും പരസ്പരം നീരൊഴുക്കുണ്ടാവുന്നതാണ് കിണറുകളിലെ വെള്ളം മലിനമാവാൻ കാരണം. പോരൂർ, വണ്ടൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വണ്ടൂർ കൂരിക്കുണ്ടിലെത്തുന്ന വലിയ തോടിൽ വെള്ളമുയരുന്നതോടെയാണ് തോടിന് സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്കും സെപ്റ്റിക് ടാങ്കുകളിലേക്കും പരസ്പരം നീരൊഴുക്കുണ്ടാകുന്നത്. തോടിന് സംരക്ഷണ ഭിത്തിയില്ലാത്തതാണ് വെള്ളം ഒഴുകാൻ കാരണം. 4 സെന്റ് വീതം സ്ഥലത്ത് താമസിക്കുന്ന 15ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായിട്ടുള്ളത്. ഈ പ്രദേശത്തിന് മുകളിൽ താമസിക്കുന്ന 50ഓളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളമെത്തിക്കുന്ന കിണറും ഇവിടെ തന്നെയാണുള്ളത്. മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ തോട്ടിൽ നിന്ന് വെള്ളം കയറിയിട്ട് കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ആഴ്ച മുന്നേ നിവേദനം നൽകിയതാണ്. ഇതിന് ഭരണസമിതി ഇതുവരെ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല. ഇതിവിടെ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം പകർച്ചവ്യാധികൾ ഇവിടുന്ന് തന്നെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ തോടിൻ്റെ വെള്ളം വരുന്നത് ഭാഗമായിട്ട് ഈ ഇവിടെ താമസിക്കുന്ന നിവാസികളുടെ വീടിനകത്തേക്കും അതുപോലെ അവരെ സേഫ്റ്റി ടാങ്ക്, കിണർ ഇതെല്ലാം ഒന്നാവുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ പടരുന്ന സമയത്ത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ഉള്ളത്. കാരണം ഇവിടെ നേരെ തൊട്ടപ്പുറത്ത് മുകളിലുള്ള 50ഓളം വരുന്ന കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള കിണറും ഇവിടെ ആണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തോടിനൊരു ഭിത്തി കെട്ടണമെന്ന് ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് മെമ്പറുടെ നേതൃത്വത്തിൽ പോയി നിവേദനം കൊടുത്തിരുന്നു. മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുമ്പോഴാണ് കുടിക്കാനും കുളിക്കാനും ഉൾപ്പെടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇവിടുത്തുകാർ ഈ വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നത്. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യത ഏറെയാണ്. വർഷങ്ങളായി എല്ലാ മഴക്കാലങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ്. പ്രശ്നപരിഹാരത്തിനായി തോടിന് സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലെത്തി നിവേദനവും നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.